നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിന്ന് പറയുന്ന വിഷയം 2026 പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. 2026 പുതുവർഷ നക്ഷത്ര ഫലം, അതും പൂയം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2026 പുതുവർഷത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ചില ദോഷങ്ങൾ വന്ന് സംഭവിക്കാം, ഇങ്ങനെയുള്ള ഒരു സവിസ്തരമായ ഒരു നക്ഷത്രഫലമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട്. അതേപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ മുമ്പിൽ പുതുവർഷ വീഡിയോ ഇടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതുവർഷ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുന്നവരും എനിക്ക് കമന്റ് ഇഴക്കുന്നവരും എന്നോട് വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്നവരും നിരവധി പേരുണ്ട്. അപ്പം നിങ്ങളുടെ സഹകരണങ്ങൾ അതുകൊണ്ടാണ് ഈ ചാനൽ ഇത്രയധികം പുരോഗതി പ്രാപിക്കാൻ സാധിച്ചത്. മേലിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഈ വർഷത്തെ പുതുവർഷ ഫലം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഈ കൊല്ലം വീഡിയോ ഈ വർഷത്തെ വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഏത് പ്രോഗ്രാം കാണുമ്പോഴും നിങ്ങളത് ഒന്ന് ആദ്യാവസാനം വരെ കാണണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതായത് പെട്ടെന്ന് ഓടിച്ചു പോകരുത്. അതായത് നിങ്ങൾ ഇങ്ങനെ കുറച്ച് കണ്ടങ്ങോട്ട് പോയാൽ, ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ജാനുവരി മുതൽ, അതായത് 2026 ജാനുവരി മുതൽ 2026 ഡിസംബർ വരെയുള്ള പുതുവർഷം, അങ്ങനെയുള്ള വർഷമാണ്. 12 മാസത്തെ ഫലമാണ് ഇവിടെ വളരെ ഇതായിട്ട് സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അത് മുഴുവനും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യാവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വീഡിയോ കഴിയുന്നതും മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കണം. ഈ 2026 പുതുവർഷ ഫലം ഞാനിവിടെ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചാണ് ഓരോ ഫലങ്ങളും പറയുന്നത്. അതായത് ഗ്രഹങ്ങളുടെ നിൽപ്പ്, ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്, ഇല്ലേ? നമുക്ക് 9 ഗ്രഹങ്ങളുണ്ട്. 9 ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളെ കൊണ്ടാണ് കൂടുതലും ഗോചരഫലം പറയുന്നത്. പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ, മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ ഉണ്ടാകും, എന്നാലും പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഴം, ശനി, അതേപോലെ തന്നെ രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങൾ ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്ന് ഒരു നക്ഷത്ര ജാതകനെ അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാരനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ മുഴുവനായി കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അപ്പൊ വേഴവും ശനിയും രാഹു കേതുക്കളും ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിൽക്കുന്നുവോ ആ സ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള ഫലങ്ങളാണ്, സാമാന്യമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ജന്മസമയവും ഗ്രഹനിലയും ഒക്കെ ഇതിനോടുകൂടി ചേർത്ത് വായിച്ചു നോക്കണം. എന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നല്ല ഫലങ്ങൾ കിട്ടേണ്ട സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഈ 2026 ഈ പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ഈ പൂയം നക്ഷത്രക്കാർക്ക് വേടം എന്ന് പറഞ്ഞാൽ സർവേശ്വര ഗ്രഹമാണ് വേടം, ഇല്ലേ? സർവേശ്വര ഗ്രഹം
അതായത് വേഴം പ്രസാദിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പൊ വേഴം 12-ലും 2026 ജൂണിന് ശേഷം ജന്മരാശിയിലും വരുന്ന ഒരു സമയമാണ്. മനസ്സിലായ? അതായത് വേഴം 12-ലും, അതായത് ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ വേഴം 12-ലും ജൂൺ 26 ജൂൺ 2-ന് ശേഷം 26 ജൂൺ 2-ന് ശേഷം ജന്മരാശിയിലും വരുന്ന ഒരു സമയമാണ് ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അതുകൂടാതെ ശനി 9-ലും രാഹുകേതുക്കൾ 5-ലും രാഹുകേതുക്കൾ 8-ലും 2-ലും, അതായത് രാഹു 8-ലും കേതു 2-ലും വരുന്ന ഒരു ഗോചര സമയമാണ്. ആ ഗോചര സമയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അത് ഗുണമാകാം, ദോഷമാകാം, എന്താണെങ്കിലും അതിൻ്റെ കാര്യത്തെ പറ്റിയുള്ള ഒരു സവിസ്തരമായ, അതായത് ഞാനിത് വിശദീകരിച്ചു തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം ഇങ്ങനെ കൂടുതൽ വിശദീകരണമൊന്നും ചിലവർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചാൽ അത് ചിലവർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലായി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കുറഞ്ഞ ഒരു സമയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേഴം 12-ലാണ്. 12 എന്ന് പറഞ്ഞ പാപസ്ഥാനമാണ്, അതുപോലെ ചെലവിന്റെ സ്ഥാനമാണ്. പിന്നെ അതുകൂടാതെ വേഴം 2-ലേക്ക് 12-ലും ജൂൺ 26-ന് ശേഷം ജന്മരാശിയിലേക്കാണ്. ജന്മത്തിലും വേഴം നിന്ന് അത്ര ഗുണകരമല്ല. മനസ്സിലായോ? പിന്നെ ശനി 9-ല്, അത് ശനി 9 എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനത്താണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്തൊരു പാപഗ്രഹം വരുമ്പോ എന്ന് പറഞ്ഞാൽ അത് അത്ര ഗുണകരമാവില്ല. പിന്നെ അതുകൂടാതെ തന്നെ രാഹു 8-ല്, 8 എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ് രാഹു വരുന്നത്. പിന്നെ കേതു 2-ല് ധനസ്ഥാനത്തുമാണ്. മനസ്സിലായ? 2 എന്ന് പറയുന്നത് ധനസ്ഥാനം മാത്രമല്ല, കുടുംബസ്ഥാനവും കൂടിയാണ് 2. അപ്പൊ ഇങ്ങനെയുള്ള മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര നല്ല ഒരു കാലമല്ല 2026 പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ചില ദോഷങ്ങൾ ഇവർക്ക് കൂടുതലായി കിട്ടും. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ, മറ്റ് ഗ്രഹങ്ങളുണ്ടല്ലോ, അപ്പൊ അവരുടെയും കൂടി സ്വാധീനത്താൽ ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് ഈ 2026 കിട്ടാവുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു 2-ല് കേതുവാണ്, 2 കുടുംബസ്ഥാനം കൂടിയാണ്. അപ്പൊ 2-ല് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈശ്വരാധീനക്കുറവ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം മടിയുണ്ടാവും, അമ്പലത്തിൽ പോവാനോ ദൈവകാര്യങ്ങളിൽ ചിന്തിക്കാനോ ഒക്കെ ഒരു മടി വരും. കാരണം എന്താണ്? ജന്മരാശിയിലാണ് വേഴം വരുന്നത്. അതുകൂടാതെ 12-ലാണ് വേഴം നിൽക്കുന്നത്. വേഴമാണ് ആത്മീയ കാര്യങ്ങളിൽ ചിന്ത വരുത്തുന്നത്. മനസ്സിലായ? അപ്പൊ വേഴത്തിന്റെ നിൽപ്പ് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല 2026. അപ്പൊ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ ഈശ്വരാധീനക്കുറവ് അതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് ധനകാരകനായ വേഴമാണ്. അപ്പൊ ധനം തരേണ്ടതാരാ? വേഴമാണ്. അപ്പൊ വേഴം അത്ര നല്ല സ്ഥാനത്തല്ലാത്തതിന്റെ പേരിൽ സാമ്പത്തിക രംഗവും അത്ര ഗുണകരമാവില്ല ഈ ആൾക്കാർക്ക്, അതായത് ഈ പൂയം നക്ഷത്രക്കാർക്ക് 2026. പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ സമാധാനക്കുറവും ഉണ്ടാവുന്നൊരു സമയവും. സ്ത്രീകളെ സംബന്ധിച്ചു ഈ പൊതുവെ ഒരു സമാധാനക്കുറവ്, അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും ഇവരെ സംബന്ധിച്ച്, ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ഉണ്ടാവും. എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനത്താൽ പല കാര്യങ്ങളിലും ഇവർക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. മറ്റ് ഗ്രഹങ്ങളുടെ ചില ദോഷാനുഭവങ്ങളെ ഇവർക്ക് അവരുടെ ദൃഷ്ടി കൊണ്ട് മറക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും, ഈ മറ്റ് 4 ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ മറ്റ് ബാക്കിയുണ്ടല്ലോ, 5 ഗ്രഹങ്ങൾ വേറെ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു സ്വാധീനവും
ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ദോഷത്തിൽ കൂടിയാണെങ്കിലും ഇവർക്ക് മെച്ചമായ ചില സമയങ്ങളും ഈ 2026 ഇവർക്ക് വന്ന് സംഭവിക്കാവുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവും. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ചില നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും. 2026 ഒട്ടും മുഴുവനും മോശമാണ്. നിങ്ങൾക്ക് ദോഷങ്ങളാ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമേ തരുള്ളൂ. ദുരിതങ്ങൾ കഴിഞ്ഞ നേരങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം, അതോടൊപ്പം നിങ്ങൾക്ക് ചില ഗുണാനുഭവങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ വന്നു ചേരും. അല്ലാതെ ജനുവരി മുതൽ ഡിസംബർ വരെ ദുരിതങ്ങൾ മാത്രം ഒന്നും പറഞ്ഞ് പറയണ്ട. അല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ വന്ന് സംഭവിക്കുകയും ചെയ്യും, നേട്ടങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ ആത്മസംയമനത്തോടുകൂടി കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രംഗത്ത് വിജയിക്കാൻ സാധിക്കും. സുഹൃബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കർമ്മരംഗത്തെ ദോഷം കഠിന പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് ദോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ദോഷങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ കഠിന ശ്രമം കൊണ്ട് നിങ്ങൾക്ക് അതിനെ നേടിയെടുക്കാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും ഈശ്വരാധീന കുറവിൽ വരും. അപ്പൊ അതുകൊണ്ട് ആ ഈശ്വരാധീന ദോഷത്തെ മറികടക്കാൻ ഈശ്വര ചിന്തയും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും പുണ്യസ്ഥല ദർശനങ്ങളും എല്ലാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ 2026 നിങ്ങൾക്കും അനുകൂലമായിട്ട് തന്നെ വരും. മനസ്സിലായോ? അപ്പൊ ദോഷങ്ങളുണ്ട്, എന്നിരുന്നാൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് അർത്ഥം. എങ്ങനെ സാധിക്കും? നിങ്ങളുടെ പ്രവൃത്തി മൂലം അതിന് സാധിക്കുന്നതാണ്. അപ്പൊ അതുകൂടാതെ കർമ്മരംഗത്തെ ദോഷം ഞാൻ പറഞ്ഞല്ലോ, കർമ്മരംഗത്തെ ദോഷങ്ങൾ അത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. കൃഷി കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നഷ്ടത്തിലാ പോവുള്ളൂ. അപ്പൊ അത് നഷ്ടത്തിൽ വരാതെ കൃഷി അലസതയോട് കൃഷികാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവിടെ അത് നഷ്ടത്തിൽ കലാശിക്കും. അതേസമയത്ത് അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെങ്കിൽ കൃഷി ലാഭത്തിലാക്കാനും ഈ വർഷം ഈ കൃഷിക്കാരെ സംബന്ധിച്ച് നല്ല ഫലമുണ്ടാകുന്ന വർഷമാണ്. വാഹന അപകടങ്ങളിൽ നിന്നും ഒരു രക്ഷ നേടും. ചില ദോഷാനുഭവങ്ങളിൽ കൂടെ വാഹന അപകടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ ഇവരെ ഈശ്വരാധീനത്താൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഇവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇവർക്ക് അവസരം വരുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിക്കാനായി ക്ഷേത്ര ദർശനം നടത്താൻ ഇവർ തയ്യാറാകണം. മനസ്സിലായോ? ഈശ്വരാധീനം വർദ്ധിക്കണം. കാരണം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ മറികടക്കാൻ കഠിന പ്രയത്നവും അതേപോലെ തന്നെ കഠിന പ്രയത്നം ചെയ്താൽ അതിന് ഒരു ഈശ്വരാധീനം വർദ്ധിക്കാനും ആ ഈശ്വരാധീനം കിട്ടാനും, അങ്ങനെ ഈശ്വരാധീനം കിട്ടിയാൽ ആ പ്രയത്നത്തിന് ഫലം കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യണം. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്രാരാധനയും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലുള്ള വഴിപാടുകളും നിങ്ങൾ കൃത്യമായി ചെയ്യുകയും നമുക്കൊരു ദോഷം വരുമ്പോൾ നമ്മൾ അതിനെ മറികടക്കാനായിട്ടുള്ള വഴി കണ്ടെത്തണം. ഇല്ലേ? നിങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ രോഗം വന്നാൽ അത് രോഗി പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ അത് മാറും. ഇല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾക്കൊരു ദുരവസ്ഥ വരുമ്പോൾ, നമുക്കൊരു ദോഷാനുഭവങ്ങൾ വരുമ്പോൾ ആ ദോഷാനുഭവങ്ങളെ ദൈവികമായ ശക്തി കൊണ്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ദേവാലയ ദർശനം നടത്തി ഈശ്വരഭജനം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദോഷത്തിൽ നിന്നെല്ലാം മുക്തി കിട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്താൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളിൽ നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. നേട്ടങ്ങൾ തേടിയെത്തുന്ന ഒരു വർഷവും കൂടിയായിരിക്കും. അങ്ങനെ ചെയ്താൽ, അതായത് കഠിന പ്രയത്നവും ഈശ്വരാധീന വർധനവും ക്ഷേത്ര ദർശനവും അങ്ങനെയുള്ള മൊത്തത്തിൽ
ഒരു കഠിന പ്രയത്നം, ആത്മവിശ്വാസത്തോടു കൂടി ഒരു കഠിന പ്രയത്നം ചെയ്താൽ ഈ 2026 നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ആ ദോഷങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ തടസ്സങ്ങൾ നീങ്ങി, അതേപോലെ തന്നെ ചില ആൾക്കാരുടെ അപ്രീതി ഉണ്ടാവും. കാരണം ഒരു ദോഷാനുഭവം വരുമ്പോഴല്ലോ നമുക്കൊരു കഷ്ടകാലം വരും. ആ സമയത്തായിരിക്കുള്ളൂ മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കണേ. ആ സമയത്ത് നമുക്ക് നല്ല സമയമാണെങ്കിൽ അവൻ നമ്മളെ കൊണ്ട് സ്തുതി പാടിക്കൊണ്ട് നമ്മളെ പുറകെ വരും. അതായത് നമ്മളിൽ ഒരു രക്ഷയില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മളോട് അകന്നു നിൽക്കാനേ ചില ആൾക്കാർ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചില ആൾക്കാരിൽ നിന്ന് അപ്രീതികരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് ദൈവാധീനം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ നീക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഇതുമൂലം ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ തന്നെ പ്രതിസന്ധികളെല്ലാം ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഞാൻ ഇതെല്ലാം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് ഓരോരോ കാര്യങ്ങളും വിശദമായിട്ട് ആവർത്തിച്ച് പറയുന്ന എന്തിനാണ്? ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ദോഷാനുഭവങ്ങൾ മാറി അവർക്ക് ഈ 2026 അവർക്ക് അതിൽ നിന്നൊരു മുക്തി കിട്ടാനും അവർക്ക് അവിടെ ഒരു ദൈവാനുദീനം കിട്ടാനും അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോണേന്. പൂയം നക്ഷത്രക്കാർക്ക് 2026 ആദ്യാവസാനം വരെ ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനിയൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.